ഫ്രണ്ട്സ്, നമ്മൾ സർവീസ് ചെയ്യാൻ പോകുന്ന ഐഫോൺ എക്സ് ആണ്. ഇതിൻ്റെ കംപ്ലയിൻറ്റ് കസ്റ്റമർ പറഞ്ഞത് ഫേസ് ഐ ഡി വർക്ക് ചെയ്യുന്നതിനാണ്. നമുക്ക് നേരെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ട്രൂട്ടോണോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ട്രൂട്ടോണൊക്കെ വർക്കിംഗ് ആണ്. സെൻസറും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നോക്കുക. അതെല്ലാം നോർമലാണ് കാണിക്കുന്നത്. നമുക്ക് നേരെ സെറ്റിങ്സിനകത്ത് ജനറലിനകത്ത് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാം ഒരു മെസ്സേജ് കിടക്കുന്നതാണ് ഫേസ് ഐ ഡി ഇഷ്യൂ എന്ന് പറഞ്ഞ്. ഫേസ് ഐ ഡി ആൻഡ് പാസ്കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാം ഈ പ്രോബ്ലം വാസ് ഡിറ്റക്റ്റഡ് ട്രൂ ഡെപ്ത് ക്യാമറ എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് കിടപ്പുണ്ട്. ഫേസ് ഐ ഡി ഹാസ് ബീൻ ഡിസേബിൾഡ്. ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരുന്ന 80% ഡോട്ട് പ്രൊജക്ടറിൻ്റെ ഇഷ്യൂ തന്നെയാണ്. നമുക്ക് നേരെ ഫ്രണ്ട് ക്യാമറ എടുത്ത് പോർട്രേറ്റ് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാം പോർട്രേറ്റ് ബ്ലർ ആവുന്നില്ല. നേരെ ഡിവൈസ് പവർ ഓഫ് ചെയ്യുക. ഡിവൈസിൻ്റെ ബോട്ടം സ്ക്രൂ ആദ്യം തന്നെ റിമൂവ് ചെയ്യുക. ശേഷം ഡിസ്പ്ലേ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഡിസ്പ്ലേയിൽ ഷീൽഡും സ്ക്രൂവും വരുന്നുണ്ട്. 5 സ്ക്രൂ വരുന്നുണ്ട്. അത് ട്രൈ പോയിന്റ് സ്ക്രൂ ആണ്. അത് നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. ഓരോ സ്ക്രൂ ഒരളവാണ്. അത് സേഫാക്കി മാറ്റി വെച്ചിട്ട് ഷീൽഡ് റിമൂവ് ചെയ്യുക. സ്ട്രിപ്പൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് സ്ട്രിപ്പ് ഡിസ്കണ്ട് ചെയ്യുക. ബാറ്ററി തന്നെ ആദ്യം ഡിസ്കണ്ട് ചെയ്യുക. ആദ്യം കയറി ഡിസ്പ്ലേ സ്ട്രിപ്പ് ഡിസ്കണ്ട് ചെയ്യുക. എന്നിട്ട് ബാറ്ററി നമ്മൾ റിമൂവ് ചെയ്യുക. ഫേസ് ഐ ഡി മോഡുലിൻ്റെ സ്ട്രിപ്പ് സേഫായിട്ട് ഡിസ്കണ്ട് ചെയ്യുക. ഡാമേജ് വരരുത്. ഫേസ് ഐ ഡി പ്രോഗ്രാം ചെയ്യുന്ന ഒരു ടൂൾ ഉണ്ട്. അതിൽ ഡോട്ട് പ്രൊജക്ടർ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാം അബ്നോർമൽ ആണ് എല്ലാം വാല്യൂ കാണിക്കുന്നത്. അപ്പോൾ അതിൽ ഫ്യൂസ് ഓപ്പൺ ആണെന്നാണ് പറഞ്ഞ് കാണിക്കുന്നത്. അതിലെ ഡാറ്റ റീഡ് ചെയ്തതിന് ശേഷം നമ്മൾ മാറാൻ പോകുന്ന പുതിയ മെട്രിക്സ് കേബിളിലേക്ക് നമ്മളത് റൈറ്റ് ചെയ്യാണ്. അത് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ റീഡ് ആൻഡ് റൈറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇൻഷുർ കൊടുത്ത് I2C ലൈനിൽ ഓക്കെയാണ്. നമ്മൾ അതിനകത്ത് ഡാറ്റ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഡോട്ട് പ്രൊജക്ടർ നമുക്ക് സർവീസ് ചെയ്യും. അതിനിട്ട് ആദ്യം തന്നെ ഇതുപോലെ പ്രൊട്ടക്റ്റീവ് ടേപ്പ് നമ്മൾ കവർ ചെയ്യണം. കാരണം ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇതൊക്കെ ഉരുകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും വളരെ സെക്യൂറായിട്ട് ചെയ്യുക. ഇതുപോലെ ഇതിൻ്റെ ഫേസ് ഐ ഡി മോഡുകളിൽ ചെയ്യുന്ന ഒരു ടൂളുണ്ട്. ആ ടൂളിൽ നമ്മൾ ഇതിൻ്റെ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ നേരെ ഡോട്ട് പ്രൊജക്ടർ നമ്മൾ സർവീസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ അതിലൊരു ഡസ്റ്റ് ബെഞ്ച് പോലെ ഉണ്ട്. അത് റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഡോട്ട് പ്രൊജക്ടറിൽ മാർക്കിംഗ് ചെയ്യണം. ഈ മാർക്കിംഗ് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഈ ഡോട്ട് പ്രൊജക്ടറിൻ്റെ അടിയിൽ ഒരു പ്രിസം വരുന്നുണ്ട്. ആ പ്രിസത്തിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് സർവീസ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും ഫേസ് ഐ ഡി വർക്ക് ചെയ്യാതെ ഒരു ഇഷ്യൂസ് വരാറുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ പ്രോപ്പറായിട്ട് തന്നെ അത് മാർക്ക് ചെയ്യണം. ഡോട്ട് പ്രൊജക്ടർ സ്ട്രിപ്പിനകത്ത് കുറച്ച് ഗ്ലൂ വരുന്നത് നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. എങ്കിലേ സ്ട്രിപ്പ് സേഫായിട്ട് തന്നെ റിമൂവ് ചെയ്ത് വരത്തുള്ളൂ. എന്നിട്ട് മെല്ലെ പതിയെ നമ്മൾ ആ സ്ട്രിപ്പ് റിമൂവ് ചെയ്യുകയാണ്. നിൽക്കുകയാണ് അതിൻ്റെ പ്രസം. ആ പ്രസം ഡാമേജ് ആകാതെ വേണം നമ്മൾ റിമൂവ് ചെയ്തെടുക്കാനായിട്ട്. കൂടുതലും പേർക്ക് ഡാമേജ് വരുന്നുണ്ട്. ഡോട്ട് പ്രൊജക്ടർ മോഡുകൾ നേരെ സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്ത് അതിൽ ഫ്യൂസ് ആയി പോയ ഒരു മോസ്ഫെറ്റ് വരുന്നുണ്ട്. അത് നമ്മൾ സേഫായിട്ട് തന്നെ റിമൂവ് ചെയ്യാണ്. റിമൂവ് ചെയ്തിട്ട് അതിൽ പിൻ 2 and 3 ഉണ്ട്. അത് നമ്മൾ നേരെ ജമ്പർ ചെയ്ത് കൊടുക്കുവാണ്. ജമ്പർ പ്രോപ്പറായിട്ട് തന്നെ ചെയ്യുക. ഇപ്പുറത്തെ അതിൻ്റെ ചെറിയ ലെയർ വരുന്നുണ്ട്. അതൊന്നും ഡാമേജ് വരരുത്. ഇതുപോലെ ജമ്പർ കണക്ഷൻ പ്രോപ്പറായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. ഇതിൻ്റെ ഡോട്ട്സ് ഒന്നും ഡാമേജ് വരാതെ സേഫായിട്ട് കൊടുക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡാമേജ് ആയ സ്റ്റെപ്പിൽ നിന്നും ഫേസ് ഐ ഡി മോഡുകൾ റിമൂവ് ചെയ്യുക. അതിൽ കുറച്ച് ഗം വരുന്നത് നമ്മൾ ഗം കട്ടിംഗ് ടൂൾ ഉപയോഗിച്ച് തന്നെ ഗം റിമൂവ് ചെയ്യാണ്. അല്ലെങ്കിൽ അത് റിമൂവ് ആയി വരത്തില്ല. ചെയ്യുന്നവർക്ക് നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ ചെയ്യുക. ചെറിയൊരു ഫോൾട്ട് മതി ഇത് ഡാമേജ് ആകാനായിട്ട്. അപ്പോൾ നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക. ഹീറ്റ് അപ്ലൈ ചെയ്ത് നമ്മൾ മെല്ലെ സ്ട്രിപ്പ് ഡോട്ട് പ്രൊജക്ടറിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്തെടുക്കുകയാണ്. ഡോട്ട് പ്രൊജക്ടർ മോഡുകൾ വളരെ സേഫായിട്ട് തന്നെ നമ്മൾ എടുക്കുവാണ്. നേരെ ഇതുപോലത്തെ ഫിക്സർ വെച്ചിട്ട് നേരെ അത് നമ്മൾ ക്ലീൻ ചെയ്യുകയാണ്. ക്ലീൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ കുറച്ച് ഫ്ലക്സ് നമ്മൾ അപ്ലൈ ചെയ്യണം. ഫ്ലക്സും അതുപോലെ തന്നെ നമ്മൾ PPDയും കൂടെ ആണെന്നാണ്. PPDയും ഫ്ലക്സും കൂടെ ഇട്ടിട്ട് നമ്മൾ സോൾഡറിങ്ങുകളിൽ നല്ല നീറ്റായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാം. കാരണം പഴയ ലെഡൊക്കെ കിടക്കുന്നത് അതൊക്കെ നല്ല ഫ്രഷ് ലെഡ് വരാനായിട്ടാണ്. എന്നിട്ട് നീറ്റായിട്ട് ക്ലീൻ ചെയ്യുക. പിന്നെ ഈ വിക്കറ്റ് പിടിക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക, പ്രിൻ്റ് ഡാമേജ് ഒന്നും വരരുത്. കാരണം പ്രിൻ്റ് ഡാമേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ മോഡുകൾ ഡാമേജ് ആകും. അപ്പോൾ ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഫ്ലെക്സ് ഇടുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. കാരണം ഓവറായിട്ട് ഇടാൻ പാടില്ല. കാരണം ഇതിൻ്റെ ഡോട്ട്സിനകത്തോട്ട് ഇറങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം കുറച്ച് ഫ്ലെക്സ് ഇട്ടിട്ട് ക്ലീൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ ബഡ്സ് ഉപയോഗിച്ച് നീറ്റായിട്ട് ക്ലീൻ ചെയ്യുക. ഒരുപാട് IP ഒന്നും അതിനകത്ത് ഫിക്സ് ചെയ്യരുത്. ഡാമേജൊക്കെ വരാം. എന്നിട്ട് അതിനകത്ത് വരുന്ന കുറച്ച് ഗ്ലൂ ഉണ്ട്. ഗ്ലൂ നമ്മളത് നീറ്റായിട്ട് ടൂൾ ഉപയോഗിച്ച് കട്ട് ചെയ്യുകയാണ്. പിന്നെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോട്ട് പ്രൊജക്ടർ റീബോളിങ് സ്റ്റെപ്പാണ് വരുന്നത്. അത് നേരെ പ്രോപ്പറായിട്ട് നമ്മൾ റീബോൾ ചെയ്യാണ്. നമ്മളിടുന്ന PPD ലോ മെൽറ്റ് PPD ആണ്. എന്നിട്ട് നമ്മൾ റീബോൾ ചെയ്യുക. ഓവർ PPD ഇടാൻ പാടില്ല. നീറ്റായിട്ട് PPD ഇട്ടതിന് ശേഷം നമ്മൾ പെർഫെക്റ്റ്ലി ആയിട്ട് റീബോൾ ചെയ്തെടുക്കുക. ഓവർ ഹീറ്റ് ആകാൻ പാടില്ല. ഇതുപോലെ നല്ല നീറ്റായിട്ട് റീബോൾ ചെയ്തെടുക്കുക. അതിൽ വരുന്ന കുറച്ച് ലെഡുണ്ട്. അതൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മുടെ ബോൾസ് എല്ലാം നല്ല പെർഫെക്റ്റ്ലിയായിട്ട് കുറച്ച് ഹീറ്റ് അപ്ലൈ ചെയ്ത് റീബോൾ ചെയ്തെടുക്കുക. എന്നിട്ട് നല്ല നീറ്റായിട്ട് അതൊന്ന് ക്ലീൻ ചെയ്യുക കേട്ടോ. ഡോട്ട് പ്രൊജക്ടർ മോഡുകൾ ഇതാണ് മാറാൻ പോകുന്ന പുതിയ ഫേസ് ഐ ഡി സ്ട്രിപ്പ്. അതിലേക്ക് കുറച്ച് ഫ്ലക്സ് ഇട്ട് ഡോട്ട് പ്രൊജക്ടർ മോഡുകൾ നേരെ അതിലേക്ക് ഫിക്സ് ചെയ്യാണ്. വെക്കുമ്പോഴത്തേക്കും ഡയറക്ഷൻ പ്രോപ്പറായിട്ട് തന്നെ വെക്കുക. ഡയറക്ഷൻ മാറിപ്പോകാൻ പാടില്ല. ശേഷം നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്ത് അതിലേക്ക് പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഓവർ ഹീറ്റ് ആകാൻ പാടില്ല. ശേഷം നീറ്റായിട്ട് അതിൽ വരുന്ന കുറച്ച് ഫ്ലക്സൊക്കെ ഉണ്ട്. അത് പെർഫെക്റ്റായിട്ട് ക്ലീൻ ചെയ്യുക. ഫ്ലക്സ് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക അതിനകത്തോട്ട് അതിൻ്റെ ഡോട്ട്സിനകത്തോട്ടൊന്നും ഇറങ്ങാൻ പാടില്ല. എന്നിട്ട് അതിൽ നിന്ന് റിമൂവ് ചെയ്ത് നമുക്ക് നേരെ ഇതിൻ്റെ പ്രോഗ്രാമർ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം നോർമൽ എന്ന് കാണിച്ചാൽ എല്ലാം നോർമലായിട്ടുണ്ട്. അതിൻ്റെ ഫങ്ഷൻസ് എല്ലാം വർക്കിംഗ് ആണ്. ടെസ്റ്റ് അടിക്കുമ്പോഴത്തേക്കും ഓക്കെയാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ പ്രസത്തിലേക്ക് നമ്മൾ ഡോട്ട് പ്രൊജക്ടർ സ്ട്രിപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. വളരെ ശ്രദ്ധിച്ച് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക.
ഇത് കുറച്ച് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം, കാരണം ഇതിൻ്റെ ഒരു അലൈൻമെൻ്റ് ഉണ്ട്, അലൈൻമെൻ്റ് ഒന്നും മാറിപ്പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ആ മാർക്ക് ചെയ്ത ആ മാർക്കിങ്ങിൽ തന്നെ പ്രോപ്പറായിട്ട് തിരിച്ച് ഫിക്സ് ചെയ്തിട്ട് നേരെ UV കമ്മിട്ട് അതിലേക്ക് പ്രോപ്പറായിട്ട് തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അങ്ങനെ ഫേസ് ഐഡി റിപ്പയറിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സ്റ്റിക്കർ റിമൂവ് ചെയ്യുക, ക്യാമറയിൽ നിന്നും ഡോട്ട്സിൽ നിന്നും നേരെ ഡിവൈസിലേക്ക് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. സ്ട്രിപ്പൊക്കെ പ്രോപ്പറായിട്ട് തന്നെ കണക്ട് ചെയ്യുക. IR ക്യാമറയും അതുപോലെ ഫേസ് ഐഡി ഡോട്ട് പ്രൊജക്ടർ ഫ്രണ്ട് ക്യാമറ എല്ലാം പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തിട്ട് അത് ഫുള്ളായിട്ട് ഡിവൈസ് ക്ലോസ് ചെയ്ത് നമുക്ക് പവർ ഓൺ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണാം നേരത്തെ ഫേസ് ഐഡി ഇഷ്യൂ എന്നുള്ളത് എപ്പോട്ടി വാണിംഗ് മെസ്സേജ് ആയിട്ട് കിടക്കുന്നു. ഇപ്പോൾ അതെല്ലാം റിമൂവ് ആയിട്ടുണ്ട്. നമുക്ക് നേരെ ഫേസ് ഐഡി ആൻഡ് പാസ്കോഡ് എന്നുള്ളൊരു ഓപ്ഷൻ എടുത്തിട്ട് ഫേസ് ഐഡി നമുക്ക് സെറ്റപ്പ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഫേസ് ഐഡി കറക്റ്റായിട്ട് സെറ്റപ്പ് ആവുന്നുണ്ട്, പ്രോപ്പറായിട്ട് തന്നെ അതിലേക്ക് ആഡ് ആവുന്നുണ്ട്. അപ്പം ആ കംപ്ലൈൻറ്റ് ക്ലിയർ ആയിരിക്കുകയാണ്. അപ്പം ട്രൂഡോട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം കറക്റ്റായിട്ട് ഫേസ് എല്ലാം നമ്മളതിലേക്ക് പ്രോപ്പറായിട്ട് ആഡ് ചെയ്യുകയാണ്. നമുക്ക് എന്നിട്ട് നേരെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് കാണാൻ ഫേസ് ഐഡി പെർഫെക്റ്റ്ലി ആയിട്ട് അൺലോക്ക് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ വ്യത്യസ്ത കംപ്ലൈൻറ്റ് വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുത്തപ്പെട്ടേ മറക്കല്ലേ.